ഹെലികോപ്റ്റർ വിവാദത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഒന്നാകെ വിഴുങ്ങാമെന്നുള്ള CPM മോഹം ആവിയായി പോവുകയാണ്. ഇത് സംബന്ധിച്ച ചില വസ്തുതകൾ ഒന്നാകെ പുറത്തു വന്നപ്പോഴാണ് സതീശനെ പൂട്ടാനിറങ്ങിയ CPM നാണം കെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മൗനം തുടരുന്നു? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് പോലും മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറാകുന്നില്ല? മുൻ മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം ഈ ഹെലികോപ്റ്റർ വിവാദം കറങ്ങിത്തിരിഞ്ഞ് തന്റെ തലയിൽ തന്നെ വീഴുമെന്ന്. അടുത്ത ദിവസം മാധ്യമങ്ങളെ കാണുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഹെലികോപ്റ്റർ വിവാദത്തിന് വെറും കുമിളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കും. ഹെലികോപ്റ്റർ എങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി എന്നതിന്റെ ചരിത്രം പരിശോധിച്ചാൽ മാത്രം മതിയാകും അതിന്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള തന്റെ ഭാര്യ പിതാവിനെ കാണാൻ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തിയതിനെ ചൊല്ലിയാണ് വിവാദം കനത്തു നിൽക്കുന്നത്. ഈ യാത്രയ്ക്കായി ഉപയോഗിച്ച ഹെലികോപ്റ്റർ ഇപ്പോഴത്തെ സർക്കാർ പ്രത്യേകം വാടകയ്ക്ക് എടുത്തതല്ല എന്നതാണ് വാസ്തവം. മുൻ LDF സർക്കാർ, അതായത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരാണ് ഈ ഹെലികോപ്റ്റർ ലീസിനെടുക്കാൻ തീരുമാനിച്ചത്. സർക്കാരിന് ആവശ്യ സർവീസുകൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കാമെന്ന നിലപാടിലാണ് അന്ന് LDF സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. സമാനമായ നിരവധി യാത്രകൾക്ക് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും നമ്മൾ കണ്ടതാണ്. ചിപ്സാൻ ഏവിയേഷനുമായി ഉണ്ടാക്കിയ കരാറിലാണ് ഹെലികോപ്റ്റർ കേരള സർക്കാരിന്റെ ഭാഗമായത്. LDF മന്ത്രിസഭ ഈ ഹെലികോപ്റ്റർ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചതോടെയാണ് ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ സർവീസിന്റെ ഭാഗമായി മാറിയത്. അതായത് ഇന്നും ഈ കരാർ പ്രകാരമാണ് ഹെലികോപ്റ്റർ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നത്. അല്ലാതെ വി.ഡി. സതീശൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഹെലികോപ്റ്റർ നിലനിർത്തിയിരിക്കുന്നത്. ചിപ്സാൻ ഏവിയേഷൻ നൽകുന്ന ഹെലികോപ്റ്റർ 2023 സെപ്റ്റംബർ 20 മുതൽ കരാർ പ്രകാരം കേരള സർക്കാരിന്റെ സേവനത്തിലുണ്ട്. അതായത് ഇനിയും 50 ദിവസത്തിലധികം ദിവസം ഈ ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ്. ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഇത് ഉപയോഗിക്കാം. അതായത് LDF സർക്കാർ ഉണ്ടാക്കിയ കരാർ അനുസരിച്ചാണ് ഇന്നും ഇത് ഉപയോഗിക്കുന്നത്. അതനുസരിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പ്രതിമാസം 80 ലക്ഷം രൂപ സർക്കാർ നിശ്ചിത ലീസ് വാടകയായി നൽകണം. ആ തുകയിൽ പ്രതിമാസം 25 മണിക്കൂർ വരെ പറക്കാനുള്ള ചെലവും ഉൾപ്പെടുന്നുണ്ട്. ഔദ്യോഗിക രേഖകൾ പ്രകാരം ഈ കരാറിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ ലീസിനായി കേരള സർക്കാർ ഇതിനകം 46.36 കോടിയിലേറെ രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ 90% തുകയും അടച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൊച്ചി യാത്രയ്ക്കായി പുതിയൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുകയോ നിലവിലുള്ള കരാറിന് പുറമെ അധിക ലീസ് ചെലവ് വഹിക്കുകയോ ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ചില്ലി പൈസ അധികമായി ചെലവായിട്ടില്ല എന്ന് സാരം. പ്രതിമാസ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന 25 മണിക്കൂർ പറക്കൽ പരിധി കഴിഞ്ഞാൽ മാത്രമേ അധിക ചെലവുണ്ടാകൂ. ഇനി ഈ കരാർ UDF സർക്കാർ പുതുക്കുകയാണെങ്കിൽ മാത്രമാണ് വിമർശിക്കാൻ അവസരമുള്ളത്. കാരണം അന്ന് ഹെലികോപ്റ്റർ എടുക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കത്തെ ധൂർത്ത് എന്ന് പറഞ്ഞ് പരിഹസിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അതേ സതീശൻ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്താൽ അതിനെ വിമർശിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. അത് അപ്പോഴത്തെ കാര്യമാണ്. നിലവിലെ പറക്കലിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നതാണ് വസ്തുത. പ്രതിമാസം 80 ലക്ഷം രൂപ മുടക്കി ഒരു ഹെലികോപ്റ്റർ ലീസിനെടുക്കുന്നത് പൊതുപണം ചെലവഴിക്കുന്നതിനോട് അത്ര വേഗം സമരസപ്പെടാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഈ വിവാദം ഒടുവിൽ വി.ഡി. സതീശനേക്കാൾ രാഷ്ട്രീയമായി കൂടുതൽ തിരിച്ചടിക്കാൻ സാധ്യത പിണറായി വിജയനെയാണ്. അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. ഈ വിവാദം ചൂടുപിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പണി കിട്ടുന്നത് പിണറായി വിജയനായിരിക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ കരാർ ആരാണ് ഒപ്പുവെച്ചത്, എന്തെല്ലാം വ്യവസ്ഥകളോടെയായിരുന്നു അത്, നികുതി പണത്തിൽ നിന്ന് ഇതിനകം എത്ര തുക ഇതിനായി ചിലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ചൂണ്ടിക്കാട്ടും. ഇതോടെ വിവാദമാക്കുവാൻ തുനിഞ്ഞിറങ്ങിയ CPM-കാർ തന്നെ പണി ഇരന്നു വാങ്ങുമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാം.